ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച റെഫറൻസുകൾ ആലപ്പാട്ട് ശ്രീധര മേനോൻ്റെ ദ സർവേ ഓഫ് കേരള ഹിസ്റ്ററിയും R.E. മില്ലർ രചിച്ച എൻസൈക്ലോപീഡിയ ഓഫ് ഇസ്ലാമിലെ മാപ്പിള എന്ന ആർട്ടിക്കിളും MGS രചിച്ച കാലിക്കറ്റ് സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് എന്ന പുസ്തകവുമാണ്. വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു ചരിത്രമാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിംസിനുള്ളത്. മുഹമ്മദിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷമുള്ള കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മലബാർ മേഖലകളിൽ മുസ്ലിംസ് ഉണ്ടായിരുന്നു. സൗത്ത് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ മുസ്ലിം സെറ്റിൽമെൻറ്റ് മലബാറിലാണെന്ന് പറയപ്പെടുന്നു. നോർത്ത് ഇന്ത്യയിൽ മുസ്ലിംസ് ഉണ്ടായതുപോലെയല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ മുസ്ലിംസ് ഉണ്ടായത്. പൂർണ്ണമായിട്ടും സമാധാനപരമായിട്ടുള്ള ഒരു കൺവേർഷൻ ആയിരുന്നു അത്. ഈ വീഡിയോയിൽ ആ ബൃഹത്തായ ചരിത്രമാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ ചരിത്രത്തോടൊപ്പം തന്നെ ജനിതകപരമായിട്ടുള്ള ചില പഠനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സൗത്ത് ഏഷ്യയിലെ സൗത്ത് ഇന്ത്യയിലെ മുസ്ലിംസിൽ നടത്തിയിട്ടുള്ള ജനിതക പഠനം, ആ പഠനത്തിൻ്റെ ഫലം ശരിക്കും ഞെട്ടിക്കുന്നത് തന്നെയാണ്. വളരെ വിശദമായി തന്നെ നമുക്കത് പരിശോധിക്കാം. അതിനു മുമ്പ് നിങ്ങൾ എനിക്കൊരു 30 സെക്കൻഡ് സമയം തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി 100 ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ? നിങ്ങളുടെ IQ ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ? ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടൻറ്റ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കണോ? 20 അക്കമോ അല്ലെങ്കിൽ 40 അക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തു വയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമോ? ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ? വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റ് പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് 25 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഈജിപ്തിൽ ഗവേഷകർ റാംസസ് രണ്ടാമൻ്റെ ശവകുടീരം പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. റാംസസ് രണ്ടാമൻ 1279 BC മുതൽ 1212 BC വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈജിപ്റ്റ് അടക്കി ഭരിച്ച അതിശക്തനായിട്ടുള്ള ഒരു ഫറോ ആണ്. അവിടെ നിന്നും റാംസസ് രണ്ടാമൻ്റെ മമ്മി അല്ലെങ്കിൽ എംബാം ചെയ്ത ശവശരീരം അവർക്ക് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിന്നും വിചിത്രമായിട്ടുള്ള ചില പദാർത്ഥങ്ങൾ ഗവേഷകർക്ക് കിട്ടി. ആ പദാർത്ഥങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്താനായിട്ട് അവർ ലാബിലേക്ക് അയച്ചു. ലാബിൻ്റെ റിസൾട്ട് ശരിക്കും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം ആ മേഖലകളിൽ കാണുന്ന ഒരു വസ്തുവല്ല അദ്ദേഹത്തിൻ്റെ നാസാന്തരങ്ങളിൽ നിന്നും ലഭ്യമായത്. മറിച്ച് അങ്ങ് അറബിക്കടലിന് അപ്പുറമുള്ള ഒരു ഭൂഭാഗത്ത് നിന്ന്, കൃത്യമായിട്ട് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കൊച്ച് കേരളത്തിൽ നിന്നും കടൽ കടന്ന് ഇവിടെ എത്തിച്ചേർന്ന, ഈജിപ്തിൽ എത്തിച്ചേർന്ന കുരുമുളക്, ആ കുരുമുളകിൻ്റെ ഭാഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നാസാന്തരങ്ങളിൽ നിന്നും ഗവേഷകർക്ക് ലഭ്യമായത്. ജാക്ക് ടേർണർ അദ്ദേഹത്തിൻ്റെ സ്പൈസ് ദ ഹിസ്റ്ററി ഓഫ് ടെംപ്ടേഷൻ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ച അനക്ഡോട്ടാണിത്. സുമേറിയൻ റെക്കോർഡുകൾ അനുസരിച്ച് 3000 BC മുതൽ, അതായത് 5000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ കേരളം പല സ്ഥലങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുമായിരുന്നു. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു പ്രദേശമായി അന്ന് തന്നെ കേരളം മാറിയിട്ടുണ്ട്. സുമേറിയൻ റെക്കോർഡുകൾ പറയുന്നത് അറബികളും അസീറിയൻസും ബാബിലോണിയൻസും ഈജിപ്ഷ്യൻസും മലബാറിൻ്റെ തീരങ്ങളിൽ എത്തിച്ചേർന്നുവെന്നാണ്. ശ്രീധര മേനോൻ എഴുതി വച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ നിന്നും ആദ്യമായിട്ട് കേരളത്തിൽ എത്തിച്ചേർന്നത് ഒമാനിലും യമനിലും ഉണ്ടായിരുന്ന അറബികളാണെന്നാണ്. പക്ഷേ അവർ ആദ്യമായിട്ട് ട്രേഡ് നടത്തിയത് കുരുമുളക് ആയിരുന്നില്ല, സിനമൺ അല്ലെങ്കിൽ നമ്മുടെ കറുവപ്പട്ടയായിരുന്നു. ചുരുക്കത്തിൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അറേബ്യയിലുള്ള ആളുകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്താൻ നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് സാധ്യമായിരുന്നു. പിന്നീട് മുഹമ്മദ് നബിയുടെ കാലഘട്ടമായി 7-ാം നൂറ്റാണ്ട്. 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടം നടക്കുമ്പോഴും ഇവിടെ വ്യാപാര ബന്ധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അറേബ്യൻ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരവും കേരളത്തിലുള്ള ആളുകൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷമുള്ള കാലഘട്ടത്തിലോ കേരളത്തിൽ ആദ്യത്തെ മുസ്ലിംസ് ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അറേബ്യൻ നാണയങ്ങൾ നമുക്ക് ലഭ്യമായി. ഉമയ്യാദ് ഡൈനാസ്റ്റി നിർമ്മിച്ചിട്ടുള്ള നാണയങ്ങൾ.
അത് 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന നാണയങ്ങളാണ്. അതായത് ആ കാലഘട്ടങ്ങളിൽ അവരുമായിട്ട് വ്യാപാര ബന്ധം നടത്തിയിരുന്നു. ഇതിനു പുറമെ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ടൂം സ്റ്റോണുകളിൽ നിന്നും ആ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിംസ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ മുസ്ലിംസിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാവാനുള്ള കാരണമായിട്ട് പ്രചരിക്കുന്ന ഒരു വലിയ മിത്തുണ്ട്. പല ആളുകളും അത് മിത്തായിട്ട് അംഗീകരിക്കുന്നില്ല, അത് ചരിത്രമായിട്ട് തന്നെയാണ് കണ്ടുപോകുന്നത്. പക്ഷേ MGS നാരായണൻ ഉൾപ്പെടെയുള്ള പ്രശസ്തരായിട്ടുള്ള ചരിത്രകാരന്മാർ അത് ഒരു മിത്താണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഈ മിത്ത് അനുസരിച്ച് കേരളം, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചി മുതൽ അങ്ങ് മലബാർ വരെയുള്ള മേഖല ഭരിച്ചുകൊണ്ടിരുന്ന ചേരമൻ പെരുമാൾ എന്ന് പറയുന്ന രാജാവ്, ചേര ഡൈനാസ്റ്റിയിലെ രാജാവാണ്. അദ്ദേഹം 7-ാം നൂറ്റാണ്ടിൽ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച ആകാശത്ത് കണ്ടു. ചന്ദ്രനെ രണ്ടായി ഒരു വ്യക്തി പിളർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത്രയും ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയെ നേരിട്ട് പോയി കാണണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം അറിയുന്നത് ഇത് അറേബ്യൻ നാട്ടിലുള്ള മുഹമ്മദ് നബി എന്ന ഒരു വ്യക്തിയാണെന്ന്. ചേരമൻ പെരുമാൾ ഒട്ടും വൈകാതെ തന്നെ കേരളത്തിൽ നിന്നും അറേബ്യയിലേക്ക് പോവുകയും മുഹമ്മദ് നബിയെ കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് മിത്ത്. ഈ ചേരമൻ പെരുമാളിൻ്റെ ഉത്തരവനുസരിച്ചാണ് കൊടുങ്ങല്ലൂരിലെ 7-ാം നൂറ്റാണ്ടിൽ ചേരമാൻ ജുമാ മസ്ജിദ് പണിതതായിട്ട് പറയുന്നത്. പക്ഷേ പിന്നീട് ചരിത്രകാരന്മാർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അത് 7-ാം നൂറ്റാണ്ടിൽ പണിതിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളിയൊന്നുമല്ല, അത് 15-ാം നൂറ്റാണ്ടിലായിരിക്കണം പണിതത്. ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് തെളിവുകൾ ചരിത്രകാരന്മാർ നിരത്തുന്നുണ്ട്. 1342 മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത നമ്മുടെ കേരളത്തിൽ എത്തിച്ചേരുന്നത്. കേരളത്തിലെ ആളുകളെക്കുറിച്ചും ആളുകളുടെ സംസ്കാരത്തെക്കുറിച്ചും ഇവിടുത്തെ മുസ്ലിംസിനെ കുറിച്ചുമൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അദ്ദേഹം എഴുതുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനകളിൽ എവിടെയും നമുക്ക് ചേരമൻ പെരുമാൾ സ്ഥാപിച്ച ചേരമൻ ജുമാ മസ്ജിദിനെ കുറിച്ചുള്ള ഒരു പരാമർശവും കാണാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളിൽ ഇല്ലെന്ന് മാത്രമല്ല, ലോകത്തിലുള്ള ഒരു ചരിത്രകാരന്മാരുടെയും അറേബ്യൻ ചരിത്രകാരന്മാരുടെ പോലും ഒരു രേഖകളിലും ജുമാ മസ്ജിദിനെ കുറിച്ചുള്ള ഒരു പരാമർശവുമില്ല. പക്ഷേ ആ 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും നടന്നിട്ടുള്ള പല സംഭവങ്ങളെക്കുറിച്ചും പലരും വിവരിച്ച് എഴുതിയിട്ടുണ്ട്. ചേരമൻ പെരുമാളിൻ്റെ മതമാറ്റമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അറേബ്യൻ നാട്ടിൽ നിന്നും മാലിക് ദിനാർ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ മുസ്ലിം മതത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. എന്നാൽ ഇവിടെ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമുണ്ട്. 624 CE അല്ലെങ്കിൽ AD ഇദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും 748 CE മരണമടയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് 124 വർഷങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ മാലിക് ദിനാറിന് ഒരു 150 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മൾ ശരിക്കും അതൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മാലിക് ദിനാർ എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തി അല്ല എന്ന് മനസ്സിലാക്കാം. അതൊരു സ്ഥാനപ്പേരായിരിക്കണം. കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലബാർ മേഖലകളിലേക്ക് അയച്ചിട്ടുള്ള മതപരിവർത്തനത്തിനു വേണ്ടി അയച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു പേര് തന്നെ ആയിരിക്കണം കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ മാലിക് ദിനാർ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെല്ലാം ഒരൊറ്റ വ്യക്തി ചെയ്തിട്ടുള്ള പ്രവൃത്തിയല്ല, ആ സ്ഥാനപ്പേരുള്ള ആളുകൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളാണ്. നമ്മൾ കാലിക്കറ്റിൻ്റെ ചരിത്രം പറയുമ്പോഴൊക്കെ സാമൂതിരി എന്ന് മാത്രമാണ് പറയുക. 100 വർഷത്തെയും 200 വർഷത്തെയും ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ സാമൂതിരി എന്ന കഥാപാത്രം അല്ലെങ്കിൽ ആ രാജാവ് വരുന്നുണ്ട്. സാമൂതിരി ഒരു വ്യക്തിയല്ല, അതൊരു സ്ഥാനപ്പേര് മാത്രമാണ്. പല ആളുകളും പിൻഗാമികളായിട്ട് വന്നിട്ടുണ്ട്. മാലിക് ദിനാറും അതുപോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയല്ല, ഒരു സ്ഥാനപ്പേരാണ്. മാലിക് ദിനാറാണ് കേരളത്തിൽ മുസ്ലിം മതത്തിന് വലിയ പ്രചാരം നൽകുകയും ഒരുപാട് ആളുകളെ കൺവേർട്ട് ചെയ്യുകയും ഉണ്ടായത്. മാലിക് ദിനാർ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഇവിടെ സെറ്റിൽ ചെയ്ത് ഈ ഒരു മണ്ണിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അതായത് അവരുടെ പിൻഗാമികളും ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ നമ്മോടൊപ്പം തന്നെ മലയാളികളായിട്ട് വസിക്കുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശം ഉണ്ടാകുന്ന ഏറ്റവും പഴക്കമുള്ള ചരിത്രരേഖ 9-ാം നൂറ്റാണ്ടിലുള്ളതാണ്. കൊല്ലം കോപ്പർ പ്ലേറ്റിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 9-ാം നൂറ്റാണ്ടിലാണ് മുസ്ലിംസ് ഉണ്ടായതെന്നല്ല, അവരെക്കുറിച്ച് അപ്പോൾ മാത്രമാണ് പരാമർശം ഉണ്ടായത്. അങ്ങനെ പരാമർശിക്കുന്ന രീതിയിലേക്ക് അവർ ഒരു വലിയ ജനസംഖ്യയായിട്ട് മാറണമെങ്കിൽ അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മുസ്ലിംസ് ഉണ്ടായിരിക്കണം. മുസ്ലിംസ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ തന്നെ അറേബ്യൻ ഹിസ്റ്റോറിയനായ അൽ മുസീദി മലബാർ മേഖലകളിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രേഖകളിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല, ആ ഒരു നൂറ്റാണ്ടിന് ശേഷമുള്ള പല മുസ്ലിം ഹിസ്റ്റോറിയൻസും
മലബാർ മേഖലകളിലെ മുസ്ലിംസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ചരിത്രകാരനായ MGS പറയുന്നത് മുസ്ലിംസിൻ്റെ പള്ളികൾ ആദ്യഘട്ടങ്ങളിൽ നിർമ്മിച്ചു കൊടുത്തത് ഹിന്ദുക്കളായിട്ടുള്ള ആശാരികളാണെന്നാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇതുപോലൊരു പള്ളി പണിയാൻ കഴിയുന്ന ആളുകൾ ഹിന്ദുക്കൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കളിലെ ഒരു പ്രത്യേക വിഭാഗം മാത്രമായിരുന്നു. അവരെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിട്ടാണ് അവർ ആദ്യഘട്ടങ്ങളിലൊക്കെ പള്ളികൾ പണിതത്. അതുകൊണ്ട് തന്നെ ആദ്യം പണിത പള്ളികൾക്ക് മുസ്ലിം പള്ളികളോടല്ല, ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന അമ്പലങ്ങളോടായിരുന്നു രൂപസാദൃശ്യം. ചേരമൻ പെരുമാളിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയും ഏതാണ്ട് അതേ തരത്തിലുള്ള ഒരു പള്ളിയാണ്. മലബാർ മേഖല അടക്കി ഭരിച്ചിരുന്ന സാമൂതിരിമാർ മുസ്ലിംസിന് വലിയ പ്രാധാന്യം തന്നെ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ചില ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ സാമൂതിരിയെ വിശേഷിപ്പിക്കുന്നത് കിങ് ഓഫ് മുസ്ലിംസ് എന്ന പേരിലാണ്. മുസ്ലിം അല്ലാതിരുന്ന ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്ന സാമൂതിരി മുസ്ലിംസിൻ്റെ പേരിൽ അറിയപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ കിങ് ഓഫ് മുസ്ലിംസ് എന്ന പേരിൽ അറിയപ്പെടണമെങ്കിൽ എന്തുമാത്രം പ്രാധാന്യമായിരിക്കും അദ്ദേഹം മുസ്ലിംസിന് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അദ്ദേഹം മുസ്ലിംസിനെ വിശ്വസിക്കാൻ സാധിക്കുന്ന ആളുകളായിട്ട്, അല്ലെങ്കിൽ വിഭാഗം ആളുകളായിട്ടാണ് കരുതി പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോർട്ടുകളുടെ ചുമതല മുസ്ലിംസിന് വിട്ടുകൊടുത്തു. പോർട്ടിൽ എത്തിച്ചേരുന്ന കപ്പലുകൾ പോർട്ടിൽ കരമടയ്ക്കണം, മറ്റ് പല ഫീകളുമുണ്ട്. ആ ഫീകളൊക്കെ കളക്ട് ചെയ്യുന്നത് മുസ്ലിംസാണ്. കൂടാതെ പോർട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷാ ചുമതലയും മുസ്ലിംസിനായിരുന്നു. ഇത്തരത്തിൽ ചുമതല ഏൽപ്പിച്ചു കൊടുത്ത മുസ്ലിംസിന് സാമൂതിരി കോയ എന്ന ഒരു പട്ടവും ചാർത്തി കൊടുത്തു. ഇന്നും നമ്മൾ നമ്മുടെ കേരളത്തിൽ കോയമാരെന്ന് പറയാറുണ്ട്. കോയമാരായിട്ടുള്ള ആളുകളുണ്ട്, അവരൊക്കെ അവരുടെ പിൻതലമുറക്കാരാണ്. തിരുനാവായയിൽ മാമാങ്കം അരങ്ങേറുമ്പോൾ സാമൂതിരിയുടെ തൊട്ടരികിൽ നിൽക്കാനുള്ള അധികാരം പോലും മുസ്ലിംസ് ആയിട്ടുള്ള കോയമാർക്ക് കൊടുത്തിട്ടുണ്ട്. മാമാങ്കം അത് വിശാലമായിട്ടുള്ള ഒരു ചരിത്രമാണ്, ത്രസിപ്പിക്കുന്ന ഒരു ചരിത്രമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ആ ഒരു ചരിത്രത്തിൻ്റെ ഒരു വീഡിയോ സീരീസ് തന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. VV ഹരിദാസ് രചിച്ച മാമാങ്കം എന്ന പുസ്തകം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വാങ്ങിയത്. പറ്റുമെങ്കിൽ ഒരു സീരീസ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. സീരീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ എനിക്ക് കുറച്ച് സമയമെടുക്കും. എത്രയും പെട്ടെന്ന് തന്നെ അത് തുടങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. മുസ്ലിംസിനു വേണ്ടി സാമൂതിരി പ്രത്യേകമായിട്ട് നിയമങ്ങൾ പോലും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കർശനമായിട്ട് ജുമ കൂടിയിരിക്കണം, പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കണം. അങ്ങനെ പള്ളിയിൽ എത്തിച്ചേരാതെ മറ്റെന്തെങ്കിലും പരിപാടിയായിട്ട് നടക്കുന്നവരെ ശിക്ഷിക്കാനുള്ള നിയമം പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സാമൂതിരിക്ക് ശക്തമായിട്ടുള്ള ഒരു നാവികപ്പട ഉണ്ടായിരുന്നു. ആ നാവികപ്പടയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും മുസ്ലിംസ് ആണ്. അവരെ കമാൻഡ് ചെയ്തിരുന്ന കമാൻഡർ പോലും ഒരു മുസ്ലിം ആയിരുന്നു. ആ കമാൻഡറിന് കൊടുത്തിരുന്ന സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയല്ല, അത് തലമുറകളായിട്ട് കൈമാറുന്ന ഒരു സ്ഥാനപ്പേരാണ്. അറേബ്യൻ നാട്ടിൽ നിന്നും അറബികൾ നമ്മുടെ കേരളത്തിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള സ്ത്രീകളെ വിവാഹം ചെയ്ത് അവരൊരു കുടുംബം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അവരുടെ പിൻതലമുറക്കാർ ഇപ്പോഴും നമുക്കിടയിൽ തന്നെ നമ്മളിൽ ഒരാളായിട്ട് കഴിഞ്ഞു പോകുന്നു. പക്ഷേ അന്ന് ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള അറബികൾ ഒരു വലിയ സംഖ്യയൊന്നുമല്ല. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ അറബികൾ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ സെറ്റിൽ ചെയ്യാതെ ഇടയ്ക്കിടെ വന്നു പോകുന്ന അറബികളും ഉണ്ടായിരുന്നു. അവർക്കും ഇവിടെ കുടുംബമുണ്ടായിരുന്നു, അവർക്ക് കുട്ടികളുണ്ടായിരുന്നു. അവരുടെയും പിന്തുണമുറക്കാർ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. ഈ കാര്യങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ശാസ്ത്രീയ ജനിതക പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. സൗത്ത് ഏഷ്യയിലുള്ള മുസ്ലിംസിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള മുസ്ലിംസിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, YDNA അച്ഛനിൽ നിന്ന് മാത്രം മക്കളിൽ എത്തിച്ചേരുന്നതാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങളിൽ നടത്തിയിട്ടുള്ള ജനിതക പഠനത്തിലൂടെ അറേബ്യൻ നാട്ടിലെ പോപ്പുലേഷൻ്റെ YDNAയുടെ മാർക്കേഴ്സ് ഇവിടെയുള്ള ആളുകളിലും ഉള്ളതായി കണ്ടെത്തി. അമ്മയിൽ നിന്ന് കുട്ടികൾക്ക് ലഭ്യമാകുന്നതാണ് മൈറ്റോകോൺഡ്രിയൽ DNA. അറേബ്യൻ നാട്ടിലുള്ള മൈറ്റോകോൺഡ്രിയൽ DNA നമ്മുടെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിൽ നിന്നോ സൗത്ത് ഇന്ത്യയിലുള്ള മുസ്ലിംസിൽ നിന്നോ കണ്ടെടുക്കാൻ കാര്യമായിട്ട് സാധ്യമായിട്ടില്ല. അതിൻ്റെ അർത്ഥം അറേബ്യയിലുള്ള മുസ്ലിം സ്ത്രീകൾ ഇവിടെ എത്തിച്ചേർന്ന് ഒരു കുടുംബം ഉണ്ടാക്കിയിട്ടില്ല. അവിടെയുള്ള പുരുഷന്മാർ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറുകയായിരുന്നു. അതൊരു വലിയ ജനസംഖ്യയായിട്ട് തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള അറേബ്യൻ പുരുഷന്മാർ കുറവായിരിക്കാം, അവർക്കുണ്ടായിട്ടുള്ള കുട്ടികൾ കുറവായിരിക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുള്ള കുട്ടികൾ മറ്റ് പല മുസ്ലിംസുമായിട്ട് കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടികൾ വേറെയും പല കുട്ടികളുമായിട്ട് വിവാഹം ചെയ്ത് അവർക്കും കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തലമുറ കഴിയുമ്പോൾ പ്രത്യേകിച്ചും മലബാർ മേഖലകളിലുള്ള മുസ്ലിംസ് ഏതാണ്ട് പൂർണ്ണമായിട്ടും അറേബ്യയുടെ DNA അടങ്ങിയിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാം.
അതുകൊണ്ട് തന്നെ പല മുസ്ലിംസിനെയും മറ്റുള്ള കേരളത്തിലെ മലയാളികളിൽ നിന്നും അല്പം യുണീക്കായിട്ട് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ ചരിത്രം നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു ചരിത്രമാണ്. മതസൗഹാർദ്ദം മതം മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും ഇവിടെ ഉണ്ടായിരുന്നു. മതം മാറ്റത്തിന് സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത് ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളാണ്. അവരെ ഒട്ടും തന്നെ വെറുപ്പിക്കാതെ അവരെ കൂടുതൽ സ്നേഹിക്കുക മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസ് ചെയ്തത്. നമുക്ക് വളരെ മികച്ച ഒരു പാരമ്പര്യമുണ്ട്, അതിൽ ഒരു തർക്കവുമില്ല. ആ പാരമ്പര്യം നമുക്ക് ഇനിയും കൊണ്ടുപോകണം. അന്നുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ കൊണ്ടുപോകണമെന്നല്ല, പുതിയ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. പഴയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ട. അന്നത്തെ മതസൗഹാർദ്ദം നമുക്ക് ഇപ്പോഴും നമ്മുടെ രക്തത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകാം. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ പല മേഖലകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ നിസ്സാരമാണ്. ഇവിടെയുള്ള ആളുകൾ പരസ്പരം സ്നേഹിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മതം നോക്കാതെ, ജാതി നോക്കാതെ ഇവിടെ പലർക്കും സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ കല്ലുകടിയായിട്ട് പല മനുഷ്യരുമുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ആ സ്നേഹം എപ്പോഴും മറ്റുള്ള കല്ലുകടിയേക്കാൾ അല്പം മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലുമുള്ള കമൻ്റ് ഒന്ന് പരിശോധിക്കുക. താങ്ക് യു.